നേരം വെളുത്തു. ഇപ്പം സമയം ഏകദേശം ഒരു 6:20. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പോവാണ്. ഇവിടെ നിന്ന് ഇറങ്ങി നമുക്ക് അമ്പലം, ഇവിടെ രാമേശ്വരം അമ്പലമുണ്ട്, വളരെ ഫേമസ് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ധനുഷ്കോടി പോയിട്ട് ഒരു 7:30 തിരിച്ചു വന്നിട്ട് അമ്പലത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കാണാൻ പറ്റുമോ എന്ന് നോക്കി നോക്കാം. അതിനുശേഷമാണ് മധുരയ്ക്ക് പോണത്. ഇവിടെ ഭയങ്കര തിരക്കാണ്. കാരണം രാവിലെ ഈ അമ്പലത്തിലേക്ക് തൊഴാൻ വരുന്ന ആൾക്കാരുണ്ടല്ലോ, അത് കാരണം. പിന്നെ റോഡുകളൊക്കെ ഭയങ്കര ചെറുതാണ്. നമ്മളിങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഈ അമ്പലത്തിൻ്റെ സൈഡിലാണ് നമുക്ക് ഹോട്ടൽ കിട്ടിയത്. ഹോട്ടലുള്ള കാരണമാണ് ഒരുപാട് അമ്പലം ഉള്ളത്. അല്ല, അമ്പലമുള്ള കാരണമാണ് കുറേ ഹോട്ടലുള്ളത്. മനോഹരമായൊരു വഴി. നമ്മളിവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ച് ഇൻസ്ട്രക്ഷനുകളൊക്കെ നമുക്ക് തന്നു. പ്ലാസ്റ്റിക് ഒന്നും വലിച്ച് പുറത്തേക്ക് ഇടരുതെന്ന് പറഞ്ഞു. ഇവിടുന്ന് നേരെ ഒരു 18 കിലോമീറ്റർ കൂടി വേണം കേട്ടോ അവിടെ എത്താൻ. രണ്ട് സൈഡിലും ഇപ്പോൾ കടൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടോ. നമുക്ക് ഈ പുല്ലായ കാരണം കാണാനില്ല. സൂര്യൻ ഇങ്ങനെ മേഘത്തിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ സൂര്യരശ്മികൾ വരുന്ന മനോഹരമായ ഒരു കാഴ്ച നമുക്ക് കാണാം. ഇവിടെ ആളുകൾ താമസിക്കുന്നുണ്ട്, കുറേ ഷെഡുകൾ കാണുന്നുണ്ട്. അല്ല, ഇതൊക്കെ മീൻപിടുത്തക്കാരുടെ വലയും സാധനങ്ങളൊക്കെ വെക്കാനുള്ള സ്ഥലം. നമ്മൾ ഏകദേശം എത്താറായി. ഒരു 8 കിലോമീറ്ററോളം കൂടി ഇനി ഉണ്ട് ഇതിൻ്റെ ഈ അവസാനത്തേക്ക്. ഇതൊക്കെ സൂര്യൻ മേഘത്തിൻ്റെ ഇടയിൽ മറിഞ്ഞ് വെളിച്ചം മാത്രം ഇങ്ങനെ റേസ് വരുന്നുണ്ടോ. റേസ് രാവിലത്തെ കുറേ തട്ടുകടകളുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ആയാലും ഓപ്പൺ ആവാത്ത കുറേ കടൽ വിഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ള കുറേ ബോർഡുകൾ കാണുന്നുണ്ട്. ഷെഡ് കെട്ടാൻ പോലും പെർമിഷൻ ഇല്ല. അതാണ് ഈ ടെമ്പററി സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഷെഡുകളും മുലകളൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇവിടെയൊക്കെ പെർമിഷൻ കിട്ടുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറിയത്. അന്നത്തെ ആ ഒരു സൈക്ലോണിന് ശേഷം ഒരു അബാൻഡൻ സിറ്റി എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചു സർക്കാർ. അല്ലെങ്കിൽ ഇതൊക്കെ ഇന്ന് വേൾഡിൽ തന്നെ നമുക്കിപ്പോൾ അറിയാം. ഇപ്പോൾ ദുബായിലൊക്കെ കടൽ മണ്ണിട്ട് നമ്മളിതുപോലത്തെ സ്ഥലങ്ങൾ ഉണ്ടാക്കുന്നു. ഇതൊക്കെ നാച്ചുറലി നമുക്ക് ഉണ്ടായിട്ടുള്ള സ്ഥലമാണ്. സർക്കാർ ഒരു അനുമതിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇവിടെയൊക്കെ രണ്ട് സൈഡിലും ടവറുകൾ പോലെ ബിൽഡിങ്ങുകൾ വന്നു കൂടിയത്. എന്തായാലും ഞങ്ങൾ വന്നപ്പോൾ നല്ലൊരു സീനറിയാണ്. വെളിച്ചമൊക്കെ കറക്റ്റ് എന്താ പറയുക, നമുക്കിങ്ങനെ നല്ല കാലാവസ്ഥ. പിന്നെ മോർണിംഗ് അല്ലേ, മോർണിംഗിൻ്റെ ആ ഒരു പ്രത്യേക ഒരു ആംബിയൻറ്റ്. ഇനി നമുക്ക് 1 കിലോമീറ്റർ കൂടെ ഉള്ളൂ അവസ്ഥ. ഒരുപാട് ടൂറിസ്റ്റ് നമ്മളെയൊക്കെ മുന്നേ വന്നിട്ടുണ്ട് കേട്ടോ. പൂജകളാണോ മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ ചെയ്യില്ലേ, അത് ചെയ്യുന്നുണ്ട്. 2 വഞ്ചികൾ കാണുന്നു, 3 വഞ്ചികൾ ഒരു തീരത്ത്. നല്ല രസമാണ്. അപ്പോൾ ഇത് നമ്മൾ അവസാനം എത്തി ധനുഷ്കോടിയിൽ. ഇവിടെ കുറേ ടൂറിസ്റ്റ് വണ്ടികൾ കാണുന്നുണ്ട്. അങ്ങനെ അവസാനം നമ്മൾ ധനുഷ്കോടി ലാസ്റ്റ് പോയിന്റിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. വണ്ടി നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. നമ്മൾ വിചാരിച്ചു ആരും ഉണ്ടാവില്ല എന്ന്, പക്ഷെ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. കാണിച്ചു തരാം. കണ്ടോ, 6 മണിക്ക് തുറക്കുള്ളൂ കേട്ടോ. 6:50 ഒരുപാട് ആൾക്കാരുണ്ട്. കാറ്റുള്ള കാരണം ഞാൻ പറയണ കേൾക്കണാവോ. മണല് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മണലാണ്. നമ്മൾ കന്യാകുമാരിയൊക്കെ കാണുന്ന പോലത്തെ മണലല്ല. എന്നാൽ നമ്മുടെ നാട്ടിലത്തെ കറുത്ത മണലുമല്ല, നല്ല അരിച്ചെടുത്ത പൂഴി മണലെന്നൊക്കെ പറയില്ലേ, അപ്പോൾ നല്ല വെളുത്ത സോഫ്റ്റ് ആയിട്ടുള്ള മണൽ. കുറച്ച് പേര് മീൻ പിടിക്കുന്നുണ്ട്. ചെമ്മീൻ ഇട്ടിട്ട് കാസ്റ്റ് ചെയ്യുന്ന ഒരാൾ. ഇവിടെ ഇവരെന്തോ കുറച്ച് ചെമ്മീനൊക്കെ ചതച്ചിട്ടിട്ട് അല്ല, അവിടെ അപ്പോൾ മീനുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചെമ്മീനും മീനൊക്കെ ചതച്ചിട്ടിട്ട് ഇടുന്നുണ്ട്. ഒരാൾ ചെമ്മീൻ തൊലി കളഞ്ഞിട്ട് അതിനെ പിടിപ്പിക്കുന്നു. മീനുകളുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ അടുത്ത് തന്നെ മീനുകളുണ്ട്. ഇവിടുത്തെ വെള്ളമൊക്കെ ഭയങ്കര ഒരു നീല കളർ. ഈ ഭാഗത്തിലെ കടൽ വെള്ളത്തിന് ഒരു ആൽഗകൾ ഒരുപാടുണ്ട്. മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ആൽഗകൾ. അത് സൂര്യപ്രകാശം തട്ടി ഫോട്ടോസിന്തസിസ് പ്രവർത്തനം മൂലം പച്ച കളറാവണം. പിന്നെ ഈ ആകാശത്തിലെ നീല കളറിൻ്റെ റിഫ്ലക്ഷൻ കൂടി മിക്സ് ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയുള്ള ഈ കളർ ഉണ്ടാവുന്നത്. മീനുകളുണ്ട് കേട്ടോ. ഏകദേശം നമ്മുടെ ഒരു കൈപ്പത്തി വലിപ്പത്തിലൊക്കെയുള്ള മീനുകൾ കാണുന്നുണ്ട്. ഇതാണ് ഇങ്ങനെ ഈ ചതച്ച് വെള്ളത്തിലേക്ക് എറിയുന്നത്. ആ ഭാഗത്ത് മീനുകളെ ഒരുപാട് ആകർഷിക്കാനായിരിക്കാം. ഒരുപാട് മലയാളികളുണ്ട് കേട്ടോ ഈ ഭാഗത്ത്. വെക്കേഷനല്ലേ, അത് കാരണം ആയിരിക്കാം. ഇവിടെ ഒരു ഫിഷിംഗ് ബോട്ട് തൊട്ടടുത്ത് നമ്മുടെ അടുത്തേക്ക് വന്നവർക്കാണ്. നമുക്കൊന്ന് ചുറ്റി നടന്ന് കാണാം. ഒരുപാട് പേര് വന്ന് പോയിട്ടാണ്. ഭയങ്കര കല്ല് ഭയങ്കര സ്ലിപ്പറി ആയിട്ടാണ്.
പൂരിമണലും കൂടിയുള്ള ഇതാണ് ആ സ്തൂപം. ലാസ്റ്റ് റോഡ് എൻഡ് ചെയ്യുന്നത് ഇതിലെ ഇങ്ങനെ ചുറ്റിനും കുറേ കല്ലുകൾ ഇട്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്തായാലും ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്, പക്ഷെ അവർക്ക് ജസ്റ്റ് ഒന്ന് ഇരിക്കാനോ ഫുഡ് കാര്യങ്ങളൊക്കെ ഒരു ചെറിയ ടെമ്പററി കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി വൃത്തിയാക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരുന്നു എന്ന് എൻ്റെ ഒരു അഭിപ്രായമുണ്ട്. ഈ അടുത്ത വശത്താണ് തിരകളുള്ളത്. റൈറ്റ് സൈഡ് ഭാഗത്ത് തിരയൊന്നുമില്ല, ശാന്തമായ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒരു നമ്മുടെ തടാകമൊക്കെ പോലെ ഇങ്ങനെ കിടക്കാണ്. ഈ സൈഡിൽ നോക്കിയപ്പോഴേ ഈ ഭാഗത്തൊക്കെ ആളുകൾ ഇറങ്ങും. പിന്നെ ആ ഭാഗത്ത് പക്ഷെ നമ്മുടെ അടുത്തേക്ക് തിരയില്ല, കുറച്ച് പുറകിൽ ആ വശത്ത് തിരയുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് ഞാൻ സൂക്ഷിച്ച് നോക്കിയപ്പോൾ അവിടെ മണൽത്തിട്ട പോലത്തെ ഇങ്ങനെ തെളിഞ്ഞ് കാണുന്നുണ്ട്. അതാണ് ആ മണൽത്തിട്ടയുടെ ഭാഗത്ത് മാത്രം തിരകൾ കേട്ടോ. ഇവിടെ ഒന്നും തിരയില്ല, പക്ഷെ അങ്ങ് ഏകദേശം ഒരു 400-500 മീറ്റർ അപ്പുറത്ത് മാത്രം ഇങ്ങനെ അരികിട്ട് വെച്ച മാതിരി വേണ്ട അരികിടില്ലേ, അതുപോലെ വളരെ അകലെ തിരകൾ. അടുത്ത് ഇവിടെ അധികം ചെറിയതുള്ളൂ കേട്ടോ, ചെറിയ ഓളങ്ങൾ. തിരകളൊക്കെ നമുക്ക് മുന്നിൽ ഒരു 400-500 മീറ്റർ അകലെ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മൾ നേരത്തെ വന്നത് നന്നായിട്ടോ, ഒരുപാട് ആൾക്കാരായി, ഭയങ്കര തിരക്കായി തുടങ്ങി. കുറച്ച് ഫിഷിംഗ് ടൈമാണ് കേട്ടോ. സെവൽ ടൂൾസ് എടുക്കുക. പപ്പ ഇവിടെ മീൻ പിടിക്കുകയാണ്. അപ്പം ഇതാണ് അതിൻ്റെ ലൂർ. ഇതുണ്ട്, ഒരു മീനിൻ്റെ പോലത്തെ ഷേപ്പാണ്. ഇതവിടെ 3 ഫിഷിംഗ് ബോട്ട്സ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഈ പങ്ക തിരിയുമ്പോഴാണ് ഇത് പോകുന്നത്. 3 എണ്ണം ഇവിടെ നിർത്തി വെച്ചിട്ടുണ്ട്. ഒരെണ്ണത്തിൽ വലയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഈ ഒരു സീക്ക് ആടൊന്നുമില്ല, നല്ല ക്ലിയർ വാട്ടറാണ്. സ്വിമ്മിങ് പൂള് പോലെ ഇങ്ങനെ വലിയത്. ഇവിടെ ഒന്നും ആളല്ല, എല്ലാവർക്കും ഇറങ്ങാനൊക്കെ പറ്റും. അടപ്പുള്ളത് കിട്ടി. ആ മറ്റേ നമ്മൾ വാങ്ങിയില്ലേ, അതിന് ക്ലോസ് ആയിട്ടില്ല. ഒരു ഷെല്ല് കുട്ടികൾക്ക് പല ടൈപ്പിലുള്ള ഷെല്ലുകൾ കിട്ടുമ്പോഴേക്കും ഇതൊക്കെ ജീവനുള്ളതാണ് കേട്ടോ. അത് മുത്തൊന്നും അതിലൊന്നും ഉണ്ടാവില്ല. ഇവിടെ വെള്ളത്തിനാണോ നമ്മുടെ മരുഭൂമിയിലൊക്കെ കാറ്റിന് ഇങ്ങനെ മണലിൻ്റെ ചെറിയ ചെറിയ അലകൾ എന്നതാ പറയാൻ അറിഞ്ഞൂടെ. പക്ഷെ അധികം ആഴില്ലാണ്ട് ഇങ്ങനെ പരന്ന് കിടക്കുക, കുളിക്കാനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലം. പഴയ ധനുഷ്കോടി സിറ്റിയുടെ ശേഷിപ്പുകളുള്ള ഒരു സ്ഥലമാണ്. ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടോ, അതുപോലെ റെയിൽവേ വാട്ടർ ടാങ്ക്, ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ, ഓൾഡ് സ്കൂൾ ടെമ്പിൾ, ഓൾഡ് ചർച്ച്, റെയിൽവേ ഓൾഡ്. ഇവിടെ ഒരുപാട് ഇങ്ങനെ ഷെല്ലുകളും സാധനങ്ങളൊക്കെ സെയിൽ ചെയ്യാനായിട്ട് ആളുകൾ ഇരിക്കുന്നുണ്ട്. കുറച്ച് ആളുകളുണ്ട് ഈ സൈഡിലും ഈ സൈഡിലും. ഉപേക്ഷിക്കപ്പെട്ട ഒരു സിറ്റി തന്നെ അല്ലേ. ഒരു പള്ളിയൊക്കെ ഉണ്ടാവണമെങ്കിൽ അതിന് ചുറ്റും മിനിമം ഒരുപാട് പേര് താമസം ഉണ്ടായിരിക്കണം അവിടെ ഈ ഭാഗത്ത്. 1800ഓളം ആളുകൾ മരിച്ചു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു തീവ്രത അത്രമാത്രമാണ്. കാരണം ഇനി ഇവിടെ സർക്കാർ എന്തെങ്കിലും ഒരു അനുമതി കൊടുത്തു കഴിഞ്ഞ് ഇനി ഒരു സൈക്ലോണോ എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് ഭയങ്കര ദീപകരമായിരിക്കും. അതുകൊണ്ടായിരിക്കാം അനുമതി ഒന്നും കൊടുക്കാത്തത്. വളരെ പഴയ കാലത്തെ കൺസ്ട്രക്ഷനാണ് കേട്ടോ. അല്ല ഇങ്ങനത്തെ എന്തൊക്കെയോ ഉറപ്പുണ്ട്. മണ്ണല്ല, കാണുമ്പോൾ മണ്ണ് പോലെ തോന്നുന്നത്. കല്ലുകളും ഇത് അങ്ങനത്തെ എന്തോ ഒരു ഷെല്ലുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ അതിൽ. കല്ല് മാത്രമല്ല, ഇതിൻ്റെ കൺസ്ട്രക്ഷനിലൊക്കെ എന്തോ ഷെല്ലുകളാണ്. അല്ലടി അങ്ങനത്തെ ഇവിടെ തന്നെയുള്ള കല്ലുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കൺസ്ട്രക്ട് ചെയ്തുള്ള ഉണ്ടോ. അൾത്താര, കോളേജ്, സ്കൂള്, അമ്പലം. അതെ, ഈ ഒരു ചെറിയൊരു ഏരിയയിലായിരുന്നു ഇതെല്ലാം. അപ്പം അത്രയും കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു അത്. നോക്കാം സമയം ഇവിടെ ഒരു 1800 ഒരുപാട് പേര് രക്ഷപ്പെട്ടിട്ടുണ്ടാവും. ഒരു 10,000-2000 പേര് ഈ ഒരു ചെറിയ സ്ഥലത്തുണ്ടാവണമെങ്കിൽ അത്രമാത്രം ഒരു ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സിറ്റി ആയിരിക്കണം അത്. 1964 ഇവിടെ ദുരന്തം ഉണ്ടായത്. അപ്പോൾ അതിനുശേഷം ആളുകൾ എന്തുകൊണ്ട് താമസിപ്പിക്കുന്നില്ല എന്ന് നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇവിടെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു പ്രദേശമാണ്. ഇപ്പോൾ വേണമെങ്കിലും ഇങ്ങനെ ദുരന്തങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ സൈക്ലോണുകളൊക്കെ ആരംഭിക്കുന്ന സ്ഥലം കൂടി ഇതാണ്. അത് കാരണമാണ് അനുമതി കൊടുക്കാത്തത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ ഗോസ്റ്റ് സിറ്റി എന്ന് പറഞ്ഞ് എഴുതി തള്ളി. നല്ല ഉറപ്പുണ്ട് കേട്ടോ. അങ്ങനെ
കണ്ടാ കളിമണ്ണിൻ്റെ പോലത്തെ ഒരു ഉറപ്പാണ്. സൂക്കിൻസതാണോ എന്ന് അറിയില്ല. ഈ ഷെല്ലുകൾ കണ്ട കൈ തട്ടാൻ മുറിയും. അതുപോലത്തെ പോസ്റ്റ് ഓഫീസ്, ഓട്ടോമാറ്റിക് വാട്ടറോ, ഫ്ലോട്ടിംഗ് സ്റ്റോണ്, അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. പിന്നെ രാമർ ടെമ്പിൾ, ഇതാണ് ഇപ്പോൾ അവിടെ പുതുക്കി പണിയുന്നത്. പഴയ ചർച്ച് ഈ കാണുന്നത് മെഡിക്കൽ കോളേജ്, മെഡിക്കൽ കോളേജ്, ഹൗസ് ആൻഡ് ടെമ്പിൾ. ഇവിടെ വേറൊരു അവശേഷിപ്പുകൾ, ഒരു ബിൽഡിങ്, റെയിൽവേയുടെ ഒക്കെ ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പം നമ്മൾ ധനുഷ്കോടിയിൽ നിന്ന് തിരിക്കുകയാണ്. ചൂടൊക്കെ ആയി തുടങ്ങി, 7:45. ആളുകൾ ഒരുപാട് വരുന്നുണ്ട്. ചൂടില്ലാത്ത സമയത്ത് വരുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ രാവിലെ വരാം, അല്ലെങ്കിൽ വൈകിട്ട് ഒരു 5:30-5:30 ശേഷം വരായിരിക്കും നല്ലത്. 5:30 ശേഷം കേട്ടില്ല, 5 മണി വരെ ഉള്ളൂ. 5 മണി വരെ ഉള്ളൂ. അപ്പോൾ ഏറ്റവും നല്ലത് അതിരാവിലെ വരാൻ നല്ലത്, അല്ലെങ്കിൽ വിൻ്റർ സീസണിൽ. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് പോണത് ആ അമ്പലത്തിൻ്റെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ഒന്ന് കാണുന്നുണ്ട്. വളരെ പേരുകേട്ട ഒരു അമ്പലമായ കാരണം അതിനെക്കുറിച്ച് അറിയുന്നുണ്ട്. പിന്നെ നമ്മളൊരു ഇന്നലെ ഒരു സ്ഥലം കണ്ടെത്തിയിരുന്നു, ഒരു ഹോംലി ഫുഡ് കിട്ടുന്ന, ഒരു ഇഡ്ഡലി സാമ്പാർ കിട്ടുന്ന, രാമേശ്വരം ഇഡ്ഡലി കിട്ടുന്ന ഒരു സ്ഥലം. അവിടേക്ക് ഇനി പോവാം. നാളെ നമുക്ക് ലോകപ്രസിദ്ധമായ രാമേശ്വരം ഇഡ്ഡലിയും അതുപോലെ രാമേശ്വരം ടെമ്പിളും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.